ഞാനിപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞാൽ ഓട്ടം പോകാറില്ല. പലരും ചോദിക്കാറുണ്ട്, എന്താ പ്രകാശേട്ടാ നേരത്തെ പണി നിർത്തുന്നതെന്ന്. വയസ്സായില്ലേ, കണ്ണിന് കാഴ്ച കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറും. പക്ഷേ സത്യം അതല്ല. സത്യം എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരുപക്ഷെ എനിക്ക് ഭ്രാന്താണെന്ന് അവർ പറയും. അല്ലെങ്കിൽ ഞാൻ കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയെന്ന് കളിയാക്കും. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാറാണ് പതിവ്. പക്ഷേ എനിക്കറിയാം ആ വണ്ടിക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന്. അതൊരു പ്രേതമല്ല, വെള്ളസാരി ഉടുത്ത യക്ഷിയല്ല. പേടിപ്പിക്കുന്ന അലർച്ചകളോ ചോരയോ ഒന്നുമില്ല. അതിനേക്കാളൊക്കെ പേടിപ്പിക്കുന്ന ഒന്നാണ് നിശബ്ദത. പിന്നെ ആ കനം. എൻ്റെ ഓട്ടോറിക്ഷ KL 10, നമ്പർ ഞാനിപ്പോൾ പറയുന്നില്ല. അതായിരുന്നു എൻ്റെ ആകെയുള്ള വരുമാനം. മലപ്പുറം ടൗണിലും പരിസരത്തുമായി 10 വർഷമായി ഞാൻ ഓടുന്നുണ്ട്. സാധാരണ പകൽ സമയത്താണ് തിരക്ക്. സ്കൂൾ കുട്ടികൾ, മാർക്കറ്റിൽ പോകുന്നവർ, ആശുപത്രി കേസുകൾ. രാത്രിയായാൽ പിന്നെ ഓട്ടം കുറവാണ്. എന്നാലും പണത്തിന് അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ രാത്രിയിലും സ്റ്റാൻഡിൽ കിടക്കും, സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞിറങ്ങുന്നവരെയും കാത്ത്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, നല്ല മഴക്കാറുള്ള ദിവസം. ടൗണിലെ തിയേറ്ററിൽ നിന്ന് അവസാനത്തെ ഷോ കഴിഞ്ഞ് ആളുകൾ ഇറങ്ങുന്ന സമയം 11:30 കഴിഞ്ഞിട്ടുണ്ടാകും. നല്ല തിരക്കായിരുന്നു. എൻ്റെ വണ്ടിയിലേക്ക് വന്നത് ഒരൊറ്റ യാത്രക്കാരനാണ്, ഒരു മധ്യവയസ്കൻ. സ്ഥലം കുറച്ച് ഉള്ളിലോട്ടാണ്. ടൗണിൽ നിന്ന് മാറി ആളൊഴിഞ്ഞൊരു വഴിയിലൂടെ വേണം പോകാൻ. ഞാൻ മടിച്ചു. തിരിച്ചു വരുമ്പോൾ വെറും കൈയോടെ വരണ്ടേയെന്നോർത്ത്. പക്ഷേ അയാൾ ഡബിൾ ചാർജ് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. യാത്രയിലുടനീളം അയാൾ ഒന്നും മിണ്ടിയില്ല. ഞാനും ഒന്നും ചോദിച്ചില്ല. ഞങ്ങൾ സ്ഥലമെത്തി. ഒരു വലിയ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ അയാൾ ഇറങ്ങി. കാശ് തന്നു. അയാൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയി. ഞാൻ വണ്ടി തിരിച്ചു. ഇനി ടൗണിലേക്ക് കുറഞ്ഞത് 5 കിലോമീറ്റർ ദൂരമുണ്ട്. വഴിയിൽ തെരുവിളക്കുകൾ കുറവാണ്. ഇരുവശത്തും റബ്ബർ തോട്ടങ്ങളാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും വീടുകളിൽ നിന്നുള്ള വെളിച്ചം മാത്രം. മഴ ചാറാൻ തുടങ്ങിയിരുന്നു. ഞാൻ പതിയെ വണ്ടി വിട്ടു. ആദ്യത്തെ 1-2 കിലോമീറ്റർ സാധാരണ പോലെയായിരുന്നു. റേഡിയോയിൽ പഴയ പാട്ട് വെച്ചിട്ടുണ്ട്. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല ആദ്യം. വണ്ടിക്ക് ചെറിയൊരു വലിച്ചിൽ. നമ്മൾ കയറ്റം കയറുമ്പോൾ വണ്ടിക്കൊരു ചെറിയ കിതപ്പ് അനുഭവപ്പെടില്ലേ, അതുപോലെ. പക്ഷേ അത് നിരപ്പായ റോഡായിരുന്നു, കയറ്റമല്ല. ഞാൻ ഗിയർ മാറ്റി നോക്കി. 3rd നിന്ന് 2nd. എൻജിൻ വല്ലാതെ മുരളുന്നുണ്ട്. സാധാരണ ഒരാളുള്ളപ്പോൾ വണ്ടിക്ക് ഇത്രയും ഭാരം അനുഭവപ്പെടാറില്ല. ഇതിപ്പോൾ ഫുള്ള് ലോഡ് കയറ്റിയതുപോലെ. പിന്നിൽ 3 പേർ ഇരുന്നാൽ എങ്ങനെയുണ്ടാകും? അതുപോലെ വണ്ടി വലിഞ്ഞു മുറുകുന്നു. ഏതെങ്കിലും ടയർ പഞ്ചറായി കാണുമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ബ്രേക്ക് ജാം ആയതാകും. ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ടോർച്ചെടുത്ത് പുറത്തിറങ്ങി. മഴ ചെറുതായിട്ട് കനക്കുന്നുണ്ട്. ഞാൻ എല്ലാ ടയറുകളും നോക്കി. ഒന്നും പഞ്ചറല്ല, കാറ്റുണ്ട്. ബ്രേക്ക് ഡ്രമ്മിൽ തൊട്ടു നോക്കി. ചൂടില്ല, ജാം ആയതിൻ്റെ ലക്ഷണമില്ല. പിന്നെന്താണ്? ഞാൻ വണ്ടിയുടെ പിന്നിൽ പോയി നോക്കി. ആരുമില്ല. റോഡിലും ആരുമില്ല. കൂരിരുട്ട് മാത്രം. വല്ല ക്ലച്ചിൻ്റെയും കേടാകും, ഞാൻ സ്വയം പറഞ്ഞു. പഴയ വണ്ടിയാണ്, എപ്പോൾ വേണമെങ്കിലും പണി തരാം. ഞാൻ തിരിച്ച് സീറ്റിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് വിട്ടു. വണ്ടി മുന്നോട്ട് നീങ്ങാൻ മടിക്കുന്നത് പോലെ. പിന്നിൽ നിന്നാരോ വണ്ടി പിടിച്ചു വയ്ക്കുന്നത് പോലെ ഒരു തോന്നൽ. ഞാൻ ആക്സിലേറ്റർ കൊടുത്തു. എൻജിൻ അലറി വിളിച്ചു. വണ്ടി മെല്ലെ നീങ്ങി തുടങ്ങി. അപ്പോഴാണ് ഞാൻ റിയർ വ്യൂ മിററിലേക്ക് നോക്കിയത്. എൻ്റെ ശീലം അങ്ങനെയാണ്. ഓട്ടത്തിനിടയിൽ ഇടയ്ക്കിടെ കണ്ണാടിയിൽ നോക്കും. പിന്നിലെ സീറ്റ് കാലിയാണ്. പക്ഷേ എന്തോ ഒരു അസ്വാഭാവികത. ആ സീറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരുമില്ല എന്നുറപ്പാണ്. എങ്കിലും അവിടെ ആരോ ഇരിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു. കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ എൻ്റെ കഴുത്തിനു പിന്നിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരോ എൻ്റെ തൊട്ടു പിന്നിലിരുന്ന് എൻ്റെ കഴുത്തിലേക്ക് ഇട്ടുനോക്കുന്നത് പോലെ. ഞാൻ പെട്ടെന്ന് കണ്ണാടി തിരിച്ചു വെച്ചു. എനിക്ക് ഭ്രാന്താകുമെന്ന് തോന്നി. ഒന്നുമില്ല, ക്ഷീണം കൊണ്ടാണ്, ഞാൻ ഉറക്കെ പറഞ്ഞു. സ്വന്തം ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ വിജനമായ റോഡിൽ എൻ്റെ ശബ്ദം പോലും എനിക്ക് അപരിചിതമായി തോന്നി. എങ്ങനെയൊക്കെയോ ഞാൻ ടൗണിലെത്തി. ടൗണിലെ വെളിച്ചം കണ്ടപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്.
അന്ന് രാത്രി വീട്ടിലെത്തിയിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. ആ ഭാരം സ്റ്റിയറിങ്ങിൽ പിടിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ആ കനം, അതൊരു യന്ത്രത്തകരാറായിരുന്നില്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. പിറ്റേന്ന് ഞാൻ വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോയി. രാമൻകുട്ടിയാണ് എൻ്റെ വണ്ടി നോക്കാറ്. അവൻ വണ്ടിയൊക്കെ അഴിച്ചു പരിശോധിച്ചു. ഇതിനൊരു കുഴപ്പവുമില്ലല്ലോ പ്രകാശേട്ടാ, അവൻ പറഞ്ഞു. ക്ലച്ചൊക്കെ പുതിയതുപോലെയുണ്ട്, എഞ്ചിനും നല്ല കണ്ടീഷനാണ്. അല്ലടാ, ഇന്നലെ രാത്രി വല്ലാത്തൊരു വലിച്ചിൽ, ഞാൻ പറഞ്ഞു. അത് തോന്നലാകും, അല്ലെങ്കിൽ എണ്ണയിൽ വല്ല കരടുമുണ്ടായിരിക്കും. ഞാനൊന്ന് ഫിൽട്ടർ വൃത്തിയാക്കി തരാം. അവൻ പറഞ്ഞത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനത് മറക്കാൻ ശ്രമിച്ചു. 2 ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ പഴയതുപോലെ ഓട്ടം തുടർന്നു. പക്ഷേ കൃത്യം 3-ാം ദിവസം അതേ സമയം രാത്രി 11:30 ഇത്തവണ ഞാൻ മറ്റൊരു സ്ഥലത്താണ്. കോഡൂർ ഭാഗത്തേക്ക് ഒരു ഓട്ടം പോയതാണ്. തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ ആരുമില്ല. ഒരു ചെറിയ ഇറക്കമിറങ്ങുകയായിരുന്നു ഞാൻ. സാധാരണ ഇറക്കത്തിൽ വണ്ടി ന്യൂട്രൽ ഇട്ടാൽ പാഞ്ഞു പോകാറുള്ളതാണ്. പക്ഷേ പാതിയിൽ വെച്ച് വണ്ടിയുടെ വേഗത കുറഞ്ഞു. ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല. പക്ഷെ ആരോ പിന്നിൽ നിന്ന് ബ്രേക്ക് പിടിക്കുന്നത് പോലെ വണ്ടിക്ക് ഭാരം കൂടി വരുന്നു. എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഇത്തവണ ഭാരം മാത്രമല്ല ഉണ്ടായിരുന്നത്, ശബ്ദം. എൻ്റെ ഓട്ടോയുടെ ഷോക്ക് അബ്സോർബർ പഴയതാണ്. ഭാരമുള്ള ആരെങ്കിലും പിന്നിൽ കയറിയാൽ അത് ഞെരുങ്ങാറുണ്ട്. ഒരു പ്രത്യേക ഞരക്കം, ലോഹങ്ങൾ തമ്മിൽ ഉരസുന്ന ശബ്ദം. ആ ഒഴിഞ്ഞ റോഡിൽ ഓടുന്ന വണ്ടിയിൽ ആ ശബ്ദം ഞാൻ കേട്ടു. പിന്നിലെ സീറ്റിൽ ആരോ അനങ്ങിയിരിക്കുന്നത് പോലെ, ഭാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് പോലെ. വണ്ടി ഇടത്തോട്ട് ചെരിയുന്നു, അല്ല വലത്തോട്ട് ചെരിയുന്നു. ഞാൻ അറിയാതെ റിയർ വ്യൂ മിററിലേക്ക് നോക്കിപ്പോയി. ഇത്തവണയും സീറ്റ് കാലിയാണ്. പക്ഷേ എനിക്കുറപ്പായിരുന്നു അവിടെ എന്തോ ഉണ്ട്. എനിക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നി, പക്ഷേ ധൈര്യം വന്നില്ല. തിരിഞ്ഞു നോക്കിയാൽ അവിടെ ആരുമില്ലെങ്കിൽ കൂടി അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കണ്ടാൽ. വേണ്ട, ഞാൻ ആക്സിലേറ്റർ കൂട്ടി. പാട്ട് വയ്ക്കാൻ കൈനീട്ടി. പക്ഷേ റേഡിയോ ഓണായില്ല. നിശബ്ദതയിൽ ആ ഞരക്കം മാത്രം. അതെൻ്റെ ചെവിക്ക് തൊട്ടു പിന്നിലെത്തിയതുപോലെ. ആരോ എൻ്റെ കാതോട് ചേർന്ന് ശ്വാസം വിടുന്ന പോലെ ഒരു തോന്നൽ. തണുത്ത കാറ്റ്. പുറത്ത് മഴ പെയ്യുന്നില്ല. എല്ലാ വിൻഡോ കർട്ടനുകളും താഴ്ത്തിയിട്ടിരിക്കുകയാണ്. എന്നിട്ടും ഉള്ളിലൊരു തണുപ്പ്. AC ഇട്ട മുറിയിലെ തണുപ്പല്ല, ഒരു പഴയ കിണറ്റിലേക്ക് എത്തി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം നനഞ്ഞ തണുപ്പ്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ വിളിച്ചുപോയി. പെട്ടെന്ന് ആ ഭാരം കുറഞ്ഞു. വണ്ടി പഴയ പോലെയായി. എഞ്ചിൻ്റെ ഇരമ്പൽ മാറി. ആ ഞരക്കം നിന്നു. ഞാൻ ടൗണിൻ്റെ അടുത്തെത്തിയിരുന്നു. വഴിയരികിലൊരു തട്ടുകട കണ്ടു. അവിടെ വെളിച്ചമുണ്ട്, കുറച്ച് ആളുകളുമുണ്ട്. ഞാൻ വണ്ടി അവിടെ നിർത്തി. പുറത്തിറങ്ങി ഒരു ചായ കുടിച്ചു. കൈകൾ വിറയ്ക്കുന്നത് ഗ്ലാസ് പിടിക്കുമ്പോൾ അറിയുന്നുണ്ടായിരുന്നു. തട്ടുകടക്കാരൻ നാസർ ചോദിച്ചു, എന്താ പ്രകാശേട്ടാ മുഖത്തൊരു വല്ലാത്ത ക്ഷീണം? പനി വല്ലതുമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് നോക്കി. അതവിടെ നിശബ്ദമായി കിടക്കുന്നു. സാധാരണ കാണുന്ന എൻ്റെ ഓട്ടോറിക്ഷ തന്നെ. പക്ഷെ അതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലെ ഇരുട്ട്, ആ കറുത്ത സീറ്റ്, അവിടെ എന്തോ ബാക്കിയുണ്ട് എന്ന് എനിക്ക് തോന്നി. അന്ന് ഞാൻ ഓട്ടം നിർത്തി വീട്ടിൽ പോയി. ഭാര്യയോടൊന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിക്കാനും തോന്നിയില്ല. കിടപ്പുമുറിയിൽ ലൈറ്റ് അണച്ച് കിടക്കുമ്പോൾ പുറത്ത് ഷെഡിൽ കിടക്കുന്ന വണ്ടിയെക്കുറിച്ചാണ് ഞാൻ ഓർത്തത്. വീടിൻ്റെ ജനലിലൂടെ നോക്കിയാൽ ഷെഡ് കാണാം. ഞാൻ നോക്കിയില്ല. നോക്കിയാൽ ആ വണ്ടിക്കുള്ളിൽ ആരെങ്കിലും ഇരിക്കുന്നത് കാണുമോ എന്ന് ഞാൻ ഭയന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഞാനൊരു തീരുമാനമെടുത്തു. ഇതെൻ്റെ തോന്നലാണ്, വെറും തോന്നൽ. ഒറ്റയ്ക്ക് രാത്രി യാത്ര ചെയ്യുമ്പോൾ മനസ്സുണ്ടാക്കുന്ന ഓരോ അബദ്ധധാരണകൾ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓട്ടം തുടർന്നു. പണത്തിന് അത്രയും അത്യാവശ്യമുണ്ടായിരുന്നു. പക്ഷേ ആ അദൃശ്യനായ യാത്രക്കാരൻ എന്നെ വിട്ടുപോയിരുന്നില്ല. ഇത്തവണ കാര്യങ്ങൾ മാറി. അത് കൃത്യമായ ഒരു പാറ്റേൺ കാണിക്കാൻ തുടങ്ങി. രാത്രി 11 മണി. അവസാനത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ വണ്ടി വീട്ടിലേക്കെന്ന് മനസ്സിൽ വിചാരിച്ച് വണ്ടി തിരിക്കുമ്പോഴാണ് അത് വരുന്നത്. വേറെ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ആ ഭാരം വരില്ല. ഉദാഹരണത്തിന്, ഞാൻ തിരിച്ച് സ്റ്റാൻഡിലേക്കാണ് പോകുന്നതെങ്കിൽ വണ്ടിക്ക് കുഴപ്പമില്ല. പെട്രോൾ പമ്പിലേക്കാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എപ്പോഴാണോ ഞാൻ ഇനി മതി, വീട്ടിൽ പോകാമെന്ന് തീരുമാനിക്കുന്നത്,
ആ നിമിഷം വണ്ടിക്ക് ഭാരം വയ്ക്കും, ഷോക്ക് അബ്സോർബറിനിറങ്ങും, ആരോ വണ്ടിയിൽ കയറി ഇരുപ്പുറപ്പിക്കും. അതൊരു യാദൃശ്ചികതയല്ല എന്നെനിക്ക് മനസ്സിലായി. അതെൻ്റെ കൂടെ വരികയാണ്, എൻ്റെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് പോലെ. ഞാൻ പല പരീക്ഷണങ്ങളും നടത്തി നോക്കി. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, ഞാൻ സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. എന്നിട്ട് വണ്ടി തിരിച്ചു. ഭാരമില്ല. കുറച്ചു ദൂരം പോയിട്ട് ഞാൻ പെട്ടെന്ന് വണ്ടി വെട്ടിത്തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറ്റി. ഉടനെ പിന്നിൽ വലിയൊരു ചാക്ക് എടുത്തിട്ടതുപോലെ വണ്ടി ഒന്ന് താഴ്ന്നു. എൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അതിനു മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ചിന്തകൾ അതിനറിയാം. ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നതിനറിയാം. ഏറ്റവും ഭയാനകമായ കാര്യം അതല്ലായിരുന്നു. സാധാരണ ഞാൻ പാട്ട് വയ്ക്കാറുണ്ട്, പഴയ മലയാളം പാട്ടുകൾ. ഒരു ദിവസം ആ ഭാരം വന്ന സമയത്ത് റേഡിയോയിൽ ഒരു പാട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല ഉച്ചത്തിൽ. പെട്ടെന്ന് വോളിയം കുറഞ്ഞു. ഞാൻ നോബ് തൊട്ടിട്ടില്ല. വോളിയം തനിയെ കുറഞ്ഞ് ഒടുവിൽ നിശബ്ദമായി. പിന്നെ സ്റ്റേഷനുകൾ മാറാൻ തുടങ്ങി. സ്റ്റേഷനുകൾ മാറുന്ന ശബ്ദം മാത്രം. ഞാൻ റേഡിയോ ഓഫ് ചെയ്തു. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു, വളരെ പതുക്കെ. മനുഷ്യൻ്റെ ശബ്ദമല്ല, മൂക്കിലൂടെ മൂളുന്നതുപോലെ. അതൊരു പാട്ടിൻ്റെ ഈണമായിരുന്നു. റേഡിയോയിൽ ആദ്യം കേട്ട അതേ പാട്ടിൻ്റെ ഈണം. ആരോ മൂളുകയാണ് എൻ്റെ വണ്ടിയുടെ പിൻസീറ്റിലിരുന്ന്. ഞാൻ വണ്ടി നിർത്തിയില്ല. നിർത്തിയാൽ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. വീട്ടിലെത്തണം, വെളിച്ചത്തിലെത്തണം. വീടിൻ്റെ ഗേറ്റ് കണ്ടപ്പോൾ മാത്രമാണ് ആ ഭാരം പോയത്. വണ്ടി ഗേറ്റിനുള്ളിൽ കയറിയതും പിന്നിലെ ഭാരം അപ്രത്യക്ഷമായി. ഷോക്ക് അബ്സോർബർ നിവർന്നു വരുന്ന ശബ്ദം ഞാൻ കേട്ടു. അതിവിടെ ഇറങ്ങി, എൻ്റെ വീട്ടുമുറ്റത്ത്. അന്ന് രാത്രി ഞാൻ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് വയ്യ, പനി പിടിക്കാൻ പോകുന്നു. അവൾ നെറ്റിയിൽ തൊട്ടുനോക്കി. നല്ല ചൂടുണ്ടല്ലോ, അവൾ പറഞ്ഞു. അതൊരു പനിയല്ലായിരുന്നു, ഭയമായിരുന്നു. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അല്ല, അത് സ്വപ്നമായിരുന്നില്ല. ഞാൻ കിടക്കയിൽ കിടക്കുകയാണ്. പുറത്തുനിന്ന് ജനലിലൂടെ ആരോ എന്നെ നോക്കുന്നു. എൻ്റെ ഓട്ടോറിക്ഷയുടെ ഉള്ളിലിരുന്നാണ് നോക്കുന്നത്. പക്ഷേ വണ്ടി ഷെഡിലാണ്. ഷെഡിൽ നിന്നാൽ എൻ്റെ മുറി കാണില്ല. എന്നിട്ടും എനിക്കറിയാം അത് അവിടെ എവിടെയോ ഉണ്ടെന്ന്. പിറ്റേന്ന് പകൽ വെളിച്ചത്തിൽ ഞാൻ വണ്ടി കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. പിന്നിലെ സീറ്റിൽ പാസഞ്ചർ ഇരിക്കുന്ന സ്ഥലത്ത് സീറ്റിൻ്റെ റെക്സിൻ കവറിൽ ഒരു പാട്. ചെളി പുരണ്ട പാടല്ല. കുറച്ചു കാലം ഒരേ സ്ഥലത്ത് ആരെങ്കിലും സ്ഥിരമായിരുന്നാൽ ആ ഭാഗത്തെ റെക്സിനൊന്ന് ചുളിയുകയും നിറം മാറുകയും ചെയ്യില്ലേ, അതുപോലെ ഒരു പാട്. ഇന്നലെ വരെ അത് അവിടെ ഇല്ലായിരുന്നു. ഞാൻ ആ ഭാഗത്ത് തൊട്ടു നോക്കി. ഐസ് പോലെ തണുപ്പ്. വെയിൽ കൊണ്ട് കിടക്കുന്ന വണ്ടിയാണ്. ബാക്കി എല്ലായിടത്തും ചൂടാണ്. പക്ഷെ ആ സീറ്റിലെ ആ പ്രത്യേക ഭാഗത്ത് മാത്രം ഫ്രീസറിൽ നിന്നെടുത്ത പോലെ തണുപ്പ്. എൻ്റെ കൈ വിറച്ചു. ഞാൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അന്ന് പകലോട്ടം പോകുമ്പോൾ എനിക്ക് സമാധാനമുണ്ടായിരുന്നില്ല. ഓരോ യാത്രക്കാരൻ കയറുമ്പോഴും ഞാൻ നോക്കും, അവർ ആ സീറ്റിലാണോ ഇരിക്കുന്നത്? അവർ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു സ്ത്രീ അവിടെ ഇരുന്നപ്പോൾ അസ്വസ്ഥതയോടെ മാറിയിരിക്കുന്നത് ഞാൻ കണ്ടു. എന്താ? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, ഇവിടെ എന്തോ നനവുള്ള പോലെ, അവർ പറഞ്ഞു. അവിടെ നനവില്ലായിരുന്നു, ഉണങ്ങിയ സീറ്റാണ്. എനിക്ക് കാര്യം മനസ്സിലായി. അത് പകലും അവിടെയുണ്ട്, രാത്രി മാത്രമല്ല, എപ്പോഴും എൻ്റെ കൂടെ. പക്ഷേ രാത്രിയാകുമ്പോഴാണ് അതിന് ശക്തി കൂടുന്നത്. ആഴ്ചകൾ കടന്നുപോയി. ഞാൻ വണ്ടി വിൽക്കാൻ ആലോചിച്ചു. പക്ഷേ ഈ പഴയ വണ്ടിക്ക് ആരും കാര്യമായ വില തരില്ല. വേറൊരു പണിയും എനിക്കറിയില്ല. 2 പെൺമക്കളാണ്, പഠിപ്പിക്കണം. എനിക്ക് ഓടിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനത്തിലെത്തി. രാത്രി 8 മണി വരെ മാത്രം ഓട്ടം. ഇരുട്ടുന്നതിന് മുമ്പേ വീട്ടിലെത്തണം. അത് കുറച്ച് നാൾ വർക്കായി. വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. പക്ഷേ വിധി വേറൊന്നായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച മകളുടെ കല്യാണാലോചനയുടെ കാര്യത്തിന് എനിക്കല്പം വൈകേണ്ടി വന്നു. തിരിച്ചു വരുമ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. ഞാൻ ഓട്ടത്തിലായിരുന്നു. വീട്ടിലേക്ക് വരികയായിരുന്നു. മനസ്സിൽ ആ പഴയ പേടിയുണ്ടായിരുന്നു. പക്ഷേ വഴിയിൽ വെച്ച് എൻ്റെ പഴയൊരു സുഹൃത്തിനെ കണ്ടു, സുകുമാരൻ. അവൻ ആശുപത്രിയിൽ പോകണം. ഭാര്യയ്ക്ക് സുഖമില്ല. വഴിയിലാണെങ്കിൽ വേറെ വണ്ടിയൊന്നുമില്ല. പ്രകാശം ഒന്ന് സഹായിക്കണം, അവൻ കെഞ്ചി. എനിക്ക് നിരസിക്കാൻ പറ്റിയില്ല. ആശുപത്രി ടൗണിലാണ്, അങ്ങോട്ട് പോകാൻ കുഴപ്പമില്ല. ഞാൻ അവനെ ആശുപത്രിയിൽ കൊണ്ടുവിട്ടു.
തിരിച്ചു പോരുമ്പോൾ സമയം 11:30. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ആ പഴയ സമയം. ഞാൻ ദൈവത്തെ വിളിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എത്രയും വേഗം വീട്ടിലെത്തണം. ഞാൻ ടൗൺ വിട്ടു. ആളൊഴിഞ്ഞ മെയിൻ റോഡിലേക്ക് കയറി. ആദ്യത്തെ 5 മിനിറ്റ് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആശ്വസിക്കാൻ തുടങ്ങി. ഇന്ന് കുഴപ്പമില്ല, ഇന്നത് വരില്ല. പക്ഷേ പെട്ടെന്ന് വണ്ടിയുടെ ഉള്ളിലെ ലൈറ്റൊന്ന് മിന്നി. ഞാൻ സ്വിച്ച് ഇട്ടിട്ടില്ല. അത് തനിയെ മിന്നി, പിന്നെ ഓഫായി. ഉടനെ അഭാരം വന്നു. ഇത്തവണ അത് പതുക്കെയല്ല വന്നത്, ഒരൊറ്റ ചാട്ടം. ഓടുന്ന വണ്ടിയിലേക്ക് ആരോ എടുത്തു ചാടിയതുപോലെ. വണ്ടി ഒന്നുലഞ്ഞു. സ്റ്റിയറിംഗ് എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഞാൻ കഷ്ടിച്ച് വണ്ടി നേരെയാക്കി. ശ്വാസം മുട്ടുന്നതുപോലെ. വണ്ടിക്കുള്ളിലെ വായുവിന് കനം കൂടി. ഓക്സിജൻ കിട്ടാത്തതുപോലെ. പിന്നിൽ നിന്ന് ആ ഞരക്കം തുടങ്ങി. ഇത്തവണ അത് നിർത്താതെ തുടരുകയാണ്. എനിക്ക് തോന്നി പിന്നിലിരിക്കുന്ന ആൾ അസ്വസ്ഥനാണെന്ന്. അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഇത്രയും നാൾ അയാളെ ഒഴിവാക്കാൻ ശ്രമിച്ചതിന്. വലത്തോട്ട് ഒരു ശബ്ദം. എൻ്റെ ചെവിയിലല്ല, എൻ്റെ തലയ്ക്കുള്ളിലാണ് ആ ശബ്ദം കേട്ടത്. അതോ ഞാനത് ശരിക്കും കേട്ടതാണോ? കാറ്റിൻ്റെ ഇരമ്പലാണോ? വലത്തോട്ട് പോകൂ. ഇത്തവണ വ്യക്തമാണ്. ഒരു പുരുഷൻ്റെ ശബ്ദം. വളരെ പരുക്കൻ ശബ്ദം. വലത്തോട്ട് പോകാൻ വഴിയില്ല. വലതുവശത്ത് ഒരു പഴയ കോറിയാണ്. ഉപേക്ഷിക്കപ്പെട്ട ഒരു കല്ലുവെട്ട് കുഴി. ഇപ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. വഴി അവസാനിക്കുന്നത് ആ വലിയ കുഴിയുടെ വക്കത്താണ്. അങ്ങോട്ട് പോകാനാണ് പറയുന്നത്. ഞാൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് വീട്ടിൽ പോകണം. ആദ്യമായി ഞാൻ അതിനോട് സംസാരിച്ചു. വീട്ടിൽ പോകണം. മറുപടിയായി ഒരു ചിരി കേട്ടു. വണ്ടിയുടെ സീറ്റുകൾ കുലുങ്ങുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. സ്റ്റിയറിംഗ് എൻ്റെ നിയന്ത്രണം വിട്ടു. വണ്ടി തനിയെ വലത്തോട്ട് തിരിയാൻ തുടങ്ങി. ഞാൻ ബലം പിടിച്ചു. എൻ്റെ കയ്യിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. വണ്ടി റോഡിൻ്റെ നടുവിൽ സിക്സാഗായി ഓടുന്നു. വലത്തോട്ട്. ആ ശബ്ദം ഇപ്പോൾ അലറുകയാണ്. എൻ്റെ തല പെരുത്തു. ഞാൻ സർവ്വശക്തിയുമെടുത്ത് ബ്രേക്ക് ചവിട്ടി. വണ്ടി നിന്നില്ല. ബ്രേക്ക് പെഡൽ തറയിൽ മുട്ടിയിട്ടും വണ്ടി നിൽക്കുന്നില്ല. അത് ആ ക്വാറിയിലേക്ക് നീങ്ങുകയാണ്. മുന്നിലിരുട്ടാണ്. റോഡ് തീരുന്നിടത്ത് വലിയൊരു കൊക്കയാണ്. അതിന് താഴെ വെള്ളം. എനിക്ക് മരണം മുന്നിൽ കാണാമായിരുന്നു. ഞാൻ ഹാൻഡ് ബ്രേക്ക് വലിച്ചു. റിവേഴ്സ് ഗിയറിലേക്ക് ഇടാൻ നോക്കി. ഒന്നും നടക്കുന്നില്ല. പെട്ടെന്ന് ഞാൻ വണ്ടിയുടെ കീ ഓഫ് ചെയ്തു. താക്കോൽ ഊരി മാറ്റി. എഞ്ചിൻ നിന്നു. വണ്ടി കുറച്ചു ദൂരം മുന്നോട്ട് ഉരുണ്ടു. എന്നിട്ട് നിന്നു. റോഡിൻ്റെ അറ്റത്ത് നിന്ന് കഷ്ടിച്ച് 10 അടി അകലെ മാത്രം. ഞാൻ സീറ്റിൽ തന്നെ ഇരുന്നു. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. വിയർത്ത് കുളിച്ചിരുന്നു. വണ്ടിക്കുള്ളിൽ ഇപ്പോൾ മരണ നിശബ്ദതയാണ്. ഭാരം പോയിട്ടില്ല. അത് പിന്നിൽ തന്നെയുണ്ട്. ഞാൻ പതുക്കെ റിയർ വ്യൂ മിററിലേക്ക് നോക്കി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മങ്ങിയ വെളിച്ചം വണ്ടിക്കുള്ളിൽ വീഴുന്നുണ്ട്. സീറ്റ് കാണാം. ആരുമില്ല. പക്ഷേ സീറ്റിലെ കുഷ്യൻ നടുഭാഗം ആഴത്തിൽ താഴ്ന്നിരിക്കുന്നു. ഏതോ വലിയ ഭാരമുള്ള മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് പോലെ. കുഴി. ആ കുഴിയിൽ തുണിയിലുള്ള ചുളിവുകൾ കാണാം. ഞാൻ നോക്കി നിൽക്കെ ആ കുഴിക്ക് ഒരു മാറ്റം വന്നു. അതനങ്ങുന്നു. ഇരിക്കുന്ന ആളൊന്ന് തിരിഞ്ഞിരുന്നതുപോലെ. കുഷ്യൻ അമരുന്നതിൻ്റെ ആഴം മാറി. ഇപ്പോൾ അത് വണ്ടിയുടെ വലതുവശത്തേക്ക് നീങ്ങി. എൻ്റെ തൊട്ടു പിന്നിലേക്ക്. ഡ്രൈവിംഗ് സീറ്റിൻ്റെ ബാക്ക് റെസ്റ്റിൽ നിന്ന് പിന്നിൽ നിന്നാരോ അമർത്തുന്നതായി എനിക്ക് തോന്നി. ഒരു തണുത്ത കൈ എൻ്റെ സീറ്റിൻ്റെ പിന്നിൽ സ്പർശിക്കുന്നു. എൻ്റെ കഴുത്തിന് തൊട്ടു പിന്നിലൊരു ശ്വാസം. ഇനിയും സമയമുണ്ടല്ലോ, ആ ശബ്ദം പറഞ്ഞു. ഞാൻ നിലവിളിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഓടി. താക്കോൽ വണ്ടിയിൽ തന്നെ ഇട്ടിരുന്നു. ഞാൻ ഓടി. ഇരുട്ടിലൂടെ മഴയത്ത് ഞാൻ വീട്ടിലേക്ക് ഓടി. എങ്ങനെ വീട്ടിലെത്തിയെന്ന് എനിക്കറിയില്ല. വീട്ടിലെത്തി വാതിലടച്ചു കുറ്റിയിട്ടു. ഭാര്യ ചോദിച്ചതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ മുറിയിൽ കയറി പുതച്ചു മൂടിക്കിടന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ അളിയനെയും കൂട്ടി വണ്ടി എടുക്കാൻ പോയി. പകൽ വെളിച്ചത്തിൽ വണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു, റോഡിൻ്റെ അറ്റത്ത്. പക്ഷെ വണ്ടിയുടെ ദിശ മാറിയിരുന്നു. ഞാൻ വണ്ടി നിർത്തുമ്പോൾ അത് കോറിക്ക് നേരെയായിരുന്നു. ഇപ്പോൾ അത് തിരിഞ്ഞ് ടൗണിലേക്കുള്ള വഴിയിലേക്ക് നോക്കി നിൽക്കുന്നു. ആര് തിരിച്ചു? താക്കോൽ ഞാൻ സീറ്റിലിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇഗ്നിഷൻ ഹോളിൽ കുത്തിവെച്ചിരിക്കുന്നു. വണ്ടിയുടെ ഉള്ളിൽ നിറയെ ചെളിയായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലല്ല, പിന്നിലെ സീറ്റിൽ. ആ കുഷ്യനിൽ നിറയെ നനഞ്ഞ ചെളി. ഏതോ പാടത്തോ അല്ലെങ്കിൽ ആ കോറിയിലോ ഉള്ളതുപോലെ കറുത്ത ചെളി. ഇതെന്താ പ്രകാശ, വണ്ടിയിൽ ആരെങ്കിലും കയറിയോ?
അളിയൻ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വണ്ടി കഴുകി, ചെളി കളഞ്ഞു. പക്ഷെ ആ മണം പോകുന്നില്ല. ഒരുതരം പഴകിയ വെള്ളത്തിൻ്റെ മണം. അന്നു മുതൽ ഞാൻ രാത്രി 8 മണിക്ക് ശേഷം ഓട്ടം പോകാറില്ല. ഇനിയൊരിക്കലും പോകില്ല. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ വണ്ടി ഓടിക്കുന്നത് നിർത്തി. രാത്രി വണ്ടി ഷെഡിലിട്ട് പൂട്ടും. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായി രാത്രിയിൽ ഞാൻ ഉണരും. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. സമയം നോക്കുമ്പോൾ കൃത്യം 11:30. പുറത്ത് നിശബ്ദമാണ്. പക്ഷെ എൻ്റെ കാതുകൾ കൂർപ്പിച്ചു വെച്ചാൽ എനിക്ക് കേൾക്കാം. പുറത്തെ ഷെഡിൽ നിന്ന് എൻ്റെ ഓട്ടോറിക്ഷയുടെ ഷോക്ക് അബ്സോർബർ ഞരങ്ങുന്ന ശബ്ദം. ആരോ അതിൽ കയറിയിരിക്കുന്നു, പിന്നെ ഇറങ്ങുന്നു, പിന്നെയും കയറുന്നു. ഇന്നലെ രാത്രി ആ ശബ്ദം ഷെഡിൽ നിന്നല്ല കേട്ടത്. അത് വീടിൻ്റെ വരാന്തയിൽ നിന്നായിരുന്നു. വരാന്തയിൽ കിടക്കുന്ന എൻ്റെ ചാരുകസാര അതൊന്ന് ഞരങ്ങി. പഴയ തടിക്കസാരയാണ്. ഭാരമുള്ള ആരെങ്കിലും ഇരുന്നാൽ ഉണ്ടാകാറുള്ള അതേ ശബ്ദം. ഞാൻ ജനലിലൂടെ നോക്കിയില്ല. എനിക്ക് പേടിയാണ്. പക്ഷെ എനിക്കറിയാം, അത് വണ്ടിയിൽ നിന്നിറങ്ങി. അത് ഗേറ്റ് കടന്നു. അതിപ്പോൾ വരാന്തയിലുണ്ട്. ഇന്ന് രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനിവിടെ ഹാളിലിരിക്കുകയാണ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം 11:30 ആകാറായി. എൻ്റെ വാതിലിൻ്റെ പുറത്ത് സ്റ്റെപ്പിൽ നനഞ്ഞ കാലടികൾ പതിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. പതുക്കെ, വളരെ പതുക്കെ അത് വാതിലിൻ്റെ അടുത്തെത്തി. വാതിലിൻ്റെ പിടിയിൽ ആരോ തൊടുന്നുണ്ട്. അത് പതുക്കെ താഴേക്ക് അമരുന്നുണ്ട്. ആ പിടി താഴേക്ക് അമരുന്നത് കണ്ട് എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ഞാൻ അനങ്ങിയില്ല. നിലവിളിക്കാൻ പോലും ശബ്ദം വരുന്നില്ല. അപ്പുറത്താരാണ്? മനുഷ്യനാണോ? അതോ കള്ളനോ? അതുമല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ഭയന്ന ആ സാന്നിധ്യമാണോ? വാതിലിൻ്റെ പിടി പൂർണ്ണമായും താഴേക്ക് അമർന്നു. ലോക്കിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാതിൽ തുറന്നില്ല. പക്ഷെ തുറക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. വാതിൽ പാളിയിൽ ആരോ തോളുകൊണ്ട് അമർത്തുന്ന ശബ്ദം. ഒരു പഴയ തടിവാതിലാണത്. ആരോ വല്ലാതെ ഭാരം കൊടുത്ത് തള്ളുന്നത് പോലെ വാതിൽ നിറങ്ങുന്നു. എൻ്റെ നെഞ്ച് പൊട്ടുമെന്ന് തോന്നി. ഞാൻ ഹാളിലെ ലൈറ്റ് ഇട്ടിരുന്നില്ല. ജനലിലൂടെ വീഴുന്ന തെരുവ് വിളക്കിൻ്റെ ചെറിയ വെളിച്ചം മാത്രം. ഞാൻ ആ വാതിലിലേക്ക് തന്നെ നോക്കിയിരുന്നു. പെട്ടെന്ന് ആ ശ്രമം നിന്നു. പിടി പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. പുറത്ത് നിശബ്ദത. കാൽപ്പെരുമാറ്റമില്ല. അത് പോയോ? അതോ വാതിൽ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ജനലിൻ്റെ അടുത്തേക്ക് വരികയാണോ? എൻ്റെ മുറിയുടെ ജനൽ, അത് ഞാൻ അടച്ചിട്ടുണ്ടോ? ഉണ്ട്, എനിക്കുറപ്പാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ മനസ്സ് നമ്മളെ ചതിക്കും. ഞാൻ മെല്ലെ എഴുന്നേറ്റു. കാലുകൾ വിറയ്ക്കുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് വെട്ടുകത്തി എടുക്കണോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ മനുഷ്യനല്ല പുറത്തെങ്കിൽ പിന്നെ കത്തി കൊണ്ടെന്ത് കാര്യം? ഞാൻ അവിടെ തന്നെ ഇരുന്നു, നേരം വെളുക്കുന്നതുവരെ. ഓരോ ചെറിയ ശബ്ദവും എന്നെ ഞെട്ടിച്ചു. പുറത്ത് തെങ്ങോല അനങ്ങുന്നത്, പട്ടി കുരയ്ക്കുന്നത്, എല്ലാം എനിക്ക് ആ ഭാരത്തിൻ്റെ ശബ്ദമായി തോന്നി. നേരം വെളുത്തു. പുറത്ത് വെളിച്ചം വന്നപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടി. ഭാര്യ എഴുന്നേറ്റ് വന്നു. നിങ്ങളിവിടെയാണോ കിടന്നത്? എന്തുപറ്റി? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ചൂട് കാരണം ഇവിടെ കിടന്നതാ. ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ പതുക്കെ വാതിൽ തുറന്നു. പുറത്താരുമില്ല. വരാന്തയിലും ആരുമില്ല. പക്ഷേ വാതിലിൻ്റെ പിടിയിൽ ഞാൻ ഇന്നലെ നോക്കി നിന്ന അതേ പിടിയിൽ ഒരു നനവ്. മഴ പെയ്തതല്ല. വരാന്തയിൽ മഴ നനയില്ല. പക്ഷേ ആ സ്റ്റീൽ പിടിയിൽ ആരോ നനഞ്ഞ കൈകൊണ്ട് പിടിച്ചതുപോലെ വെള്ളത്തുള്ളികൾ. ഞാനതിൽ തൊട്ടുനോക്കിയില്ല. പക്ഷെ എനിക്കൊരു മണം കിട്ടി. ആ പഴയ മണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ മണം. ചീഞ്ഞ ഇലകളുടെയും ചെളിയുടെയും മണം. ക്വാറിയിലെ വെള്ളത്തിൻ്റെ മണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് പോയിട്ടില്ല. അത് തിരിച്ചു വരും. അന്ന് പകൽ ഞാനൊരു തീരുമാനമെടുത്തു. ഈ വണ്ടി ഇനി വീട്ടിൽ വയ്ക്കാൻ പാടില്ല. ഇതിലാണത് വന്നത്. ഇതിലാണത് താമസിക്കുന്നത്. വണ്ടി വിൽക്കണം. വില എത്ര കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ടൗണിലെ ബ്രോക്കർ സുരേഷിനെ വിളിച്ചു. എനിക്ക് വണ്ടി കൊടുക്കണം, അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു. മാർക്കറ്റ് ഇപ്പോൾ മോശമാണ് പ്രകാശേട്ടാ. എന്നാലും വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ നോക്കട്ടെ, സുരേഷ് പറഞ്ഞു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പകൽ സമയമായതുകൊണ്ട് എനിക്ക് വലിയ പേടി തോന്നിയില്ല. പക്ഷേ വണ്ടിക്കുള്ളിൽ കയറിയപ്പോൾ ആ പഴയ കുഷ്യൻ്റെ ഭാഗത്ത് ഞാൻ കാണാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ കണ്ണുകൾ അങ്ങോട്ട് പോയി. സീറ്റ് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഭാഗം,
നിറം മങ്ങി വല്ലാതെ പഴകിയതുപോലെ ഇരിക്കുന്നു. അവിടെ ഇരിക്കുന്ന ആൾക്ക് വല്ലാത്ത ഭാരമുണ്ട്. അല്ലെങ്കിൽ സ്ഥിരമായി രാവും പകലും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാകണം. ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോയി. വിറ്റഴിക്കുന്നതിന് മുമ്പ് വണ്ടി ഒന്ന് വൃത്തിയാക്കണം, ചെളി കളയണം. സർവീസ് സെൻറ്ററിലെ പയ്യൻ ബാബു സീറ്റുകൾ അഴിച്ചു മാറ്റി. പ്രകാശേട്ട, ഇതെന്താ ഈ സീറ്റിൻ്റെ അടിയിൽ? അവൻ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. പിന്നിലെ സീറ്റ്, അതായത് പാസഞ്ചർ സീറ്റ് അഴിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ, ആ ചട്ടക്കൂടിൻ്റെ ഇടയിൽ എന്തോ ഒന്ന് കുടുങ്ങിയിരിക്കുന്നു. ഒരു ചെറിയ പേഴ്സ്, കറുത്ത നിറമുള്ള ഒരു പഴയ പ്ലാസ്റ്റിക് പേഴ്സ്. അത് മുഴുവൻ പൂപ്പൽ പിടിച്ചിരുന്നു, വെള്ളത്തിൽ കിടന്ന് കുതിർന്നതുപോലെ. ഇതാരുടെയാ? ബാബു ചോദിച്ചു. എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. ഞാനത് കയ്യിലെടുത്തു. നല്ല തണുപ്പ്, ഫ്രീസറിൽ വെച്ചതുപോലെ. ഞാനത് തുറന്നു നോക്കി. ഉള്ളിൽ പണമൊന്നുമില്ല, പഴയ കുറച്ച് കടലാസുകൾ. എല്ലാം നനഞ്ഞ് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. വായിക്കാൻ പറ്റാത്ത വിധം മഷി പടർന്നിട്ടുണ്ട്. പിന്നെ ഒരു ID കാർഡ്. അതിലെ ലാമിനേഷൻ ഇളകിപ്പോയിരുന്നു. ഫോട്ടോ വ്യക്തമല്ല, വെള്ളം കയറി മുഖം മാഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ പേര്, അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വായിക്കാം. രാഗ എന്ന് തുടങ്ങുന്നു. രാഘവൻ എന്നാണോ അതോ രാഘവേന്ദ്രൻ എന്നാണോ അറിയില്ല. ബാക്കിയുള്ള അക്ഷരങ്ങൾ മാഞ്ഞു പോയിരിക്കുന്നു. കാർഡിൻ്റെ കാലാവധി തീർന്ന തീയതി 2018 ഇപ്പോൾ 2024 6 വർഷം മുമ്പുള്ള കാർഡ്. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പേഴ്സ് എങ്ങനെ ഇവിടെ വന്നു? ഞാൻ വണ്ടി വാങ്ങുമ്പോൾ ഇത് ഇതിനുള്ളിലുണ്ടായിരുന്നോ? അതോ രാത്രിയിൽ കയറുന്ന ആ യാത്രക്കാരൻ ഉപേക്ഷിച്ചതാണോ? ഞാൻ ആ പേഴ്സിൻ്റെ പോക്കറ്റിലിട്ടു. വണ്ടി കഴുകി വൃത്തിയാക്കി സുരേഷിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. എനിക്കിതിൻ്റെ കാശ് പിന്നെ മതി, വണ്ടി ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ പറഞ്ഞു. തിരിച്ചു നടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഭാരം ഒഴിഞ്ഞുപോയതുപോലെ. ഇനി അതെൻ്റെ കൂടെ വരില്ല. വണ്ടി അവിടെയാണ്, അത് വണ്ടിയിലാണ്. ഞാൻ വീട്ടിലെത്തി. അന്ന് രാത്രി ഞാൻ സമാധാനമായി ഉറങ്ങാൻ കിടന്നു. സമയം 11:30 ഞാൻ ക്ലോക്കിലേക്ക് നോക്കി. ഇന്ന് ആ ശബ്ദമുണ്ടാകില്ല, ഇന്ന് ആ ഭാരം വരില്ല. എൻ്റെ വീട് സുരക്ഷിതമാണ്. ഞാൻ കണ്ണടച്ചു. അപ്പോഴാണ് എൻ്റെ കിടപ്പുമുറിയുടെ ജനലിൻ്റെ അരികിൽ നിന്ന്, പുറത്തുനിന്നല്ല അകത്തുനിന്ന്, മുറിക്കുള്ളിൽ നിന്ന് ഒരു ശബ്ദം. ഞാൻ ഞെട്ടി കണ്ണു തുറന്നു. മുറിയിൽ ഇരുട്ടാണ്. എൻ്റെ മുറിയിലൊരു പഴയ ചൂരൽ കസാരയുണ്ട്, തുണികളിടാൻ ഉപയോഗിക്കുന്ന കസാര. അതിൽ നിന്നാണ് ശബ്ദം. ആരോ അതിൽ വന്നിരുന്നതുപോലെ. എൻ്റെ തൊണ്ട വരണ്ടു. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ കൈകാലുകൾ അനങ്ങുന്നില്ല. ശരീരം തളർന്നതുപോലെ. നെഞ്ചിലാരോ കയറിയിരിക്കുന്നത് പോലെ ഒരു ഭാരം. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ആ കസാരയിൽ ഇരുട്ടിൽ എനിക്ക് കാണാം, ആരോ ഇരിക്കുന്നുണ്ട്. വ്യക്തമായ രൂപമല്ല, ഇരുട്ടിനേക്കാൾ കറുത്ത ഒരു നിഴൽ. അതനങ്ങുന്നില്ല. പക്ഷെ എനിക്കറിയാം അത് എന്നെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന്. അതിൻ്റെ കൈയിരിക്കുന്ന ഭാഗത്ത് എന്തോ ഒന്ന് തിളങ്ങുന്നുണ്ട്. ഒരു ചെറിയ വെളിച്ചം. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കണ്ണുകൾ ഇറുക്കി നോക്കി. അതൊരു വാച്ചാണ്. റേഡിയം ഡയലുള്ള പഴയ വാച്ച്. സമയം 11:30. എൻ്റെ പോക്കറ്റിലിരിക്കുന്ന ആ പേഴ്സ്, അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വണ്ടി ഞാൻ ഉപേക്ഷിച്ചു. പക്ഷേ വണ്ടിയിലുണ്ടായിരുന്ന സാധനം ഞാൻ കൂടെ കൊണ്ടുവന്നു. അത് വണ്ടിയിലല്ല ഉണ്ടായിരുന്നത്. അത് ആ സാധനത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. അതിപ്പോൾ എൻ്റെ മുറിയിലാണ്. എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അവൾ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ ശബ്ദിക്കാൻ ശ്രമിച്ചു, എഴുന്നേൽക്കുക എന്ന് വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ വായ തുറക്കാൻ പറ്റുന്നില്ല. ആ രൂപം കസാരയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. ഷോക്ക് അബ്സോർബറിൻ്റെ ശബ്ദം പോലെ കസാര ഒന്ന് ഞരങ്ങി. അതിൻ്റെ കട്ടിലിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. കാലൊച്ചയില്ല, തണുപ്പ് മാത്രം. മുറിയിലെ ചൂടുമാറി മരവിപ്പിക്കുന്ന തണുപ്പ് നിറയുന്നു. അതിൻ്റെ മുഖത്തിന് നേരെ കുനിഞ്ഞു. മുഖമില്ല, ഒരു കറുത്ത പുക പോലെ മാത്രം. പക്ഷെ എനിക്കതിൻ്റെ ശ്വാസം അനുഭവപ്പെട്ടു. അതൊരു ശ്വാസമല്ല, ഒരു കാറ്റ്. അതിൽ പഴയ വെള്ളത്തിൻ്റെ മണം. അതെൻ്റെ കാതോട് ചേർന്ന് മന്ത്രിച്ചു, എനിക്ക് പോകണം. എൻ്റെ ബോധം മറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർന്നത് ആശുപത്രിയിലാണ്. ഭാര്യ കരയുന്നുണ്ട്. രാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ
ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് അവൾ പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു BP കുറഞ്ഞതാണെന്ന്. സ്ട്രെസ്സാണ്. ഞാനൊന്നും പറഞ്ഞില്ല. 2 ദിവസം ആശുപത്രിയിൽ കിടന്നു. ആ 2 ദിവസവും കുഴപ്പമുണ്ടായില്ല. ആശുപത്രിയിലെ തിരക്കും വെളിച്ചവും കാരണമാവാം, അല്ലെങ്കിൽ അത് വീട്ടിൽ എന്നെ കാത്തിരിക്കുകയാവാം. ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എനിക്ക് വേറെ എവിടെ പോകാൻ പറ്റും? വീട്ടിലെത്തി ആദ്യം ചെയ്തത് ആ പേഴ്സ് എടുക്കുകയാണ്. എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ അത് അപ്പോഴും ഉണ്ടായിരുന്നു. ഞാനതെടുത്തു. അതൊരു ശാപമാണ്. അത് കളയണം. ഇതെവിടെ നിന്ന് വന്നതാണെങ്കിലും അതവിടെ തന്നെ തിരികെ കൊടുക്കണം. ഞാൻ ആലോചിച്ചു. രാഘവൻ, ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പത്രത്തിൽ കണ്ടിട്ടുണ്ടാകാം. ഞാൻ എൻ്റെ പഴയ സുഹൃത്ത്, ഒരു പോലീസ് കോൺസ്റ്റബിളാണ്, രാജീവൻ, അവനെ വിളിച്ചു. രാജീവ, ഈ മലപ്പുറം ഭാഗത്ത് കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ രാഘവൻ എന്ന പേരിൽ ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ? എന്താടാ പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം? അവൻ ചോദിച്ചു. അല്ല, പഴയൊരു കാര്യം തിരക്കാനാ, ഒന്ന് നോക്കാമോ? അവൻ നോക്കാമെന്ന് പറഞ്ഞു. വൈകുന്നേരം അവൻ തിരിച്ചു വിളിച്ചു. പ്രകാശ, നീ പറഞ്ഞ പേരിൽ ഒരാളുണ്ട്, രാഘവൻ നായർ. 2018 കാണാതായതാണ്. ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. എവിടെ വെച്ചാ കാണാതായത്? അറിയില്ല, ആളെ കിട്ടിയില്ല. പക്ഷെ അവസാനം കണ്ടത് ടൗണിലെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. രാത്രി സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നിൽക്കുമായിരുന്നു. വീടെവിടെയാ? അത് കോഡൂർ ഭാഗത്താണ്, ആ പഴയ കോറിയുടെ അടുത്തുള്ള കോളനിയിൽ. എൻ്റെ കയ്യിലെ ഫോൺ വഴുതിപ്പോയി. കോഡൂർ, കോറി. ഞാൻ അന്ന് രാത്രി വണ്ടി കൊണ്ടുപോകാൻ ശ്രമിച്ച സ്ഥലം, അതെന്നോട് വലത്തോട്ട് എന്ന് പറഞ്ഞ സ്ഥലം, അത് അയാളുടെ വീടായിരുന്നു. അയാൾക്ക് വീട്ടിൽ പോകണം. അയാൾ ലോട്ടറി വിറ്റ് കിട്ടിയ പണവുമായി, അല്ലെങ്കിൽ ആ ദിവസത്തെ കളക്ഷനുമായി വീട്ടിലേക്ക് പോകാൻ വണ്ടി കാത്തു നിന്നതാകും. ഏതോ ഒരു വണ്ടിയിൽ കയറി, പക്ഷേ വീട്ടിലെത്തിയിട്ടില്ല. ആ വണ്ടി അതെൻ്റെ വണ്ടിയായിരുന്നോ? അല്ല, 2018 ഞാൻ ഈ വണ്ടി എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഈ വണ്ടി വാങ്ങിയത് ഒരു ലേലത്തിലാണ്. ആക്സിഡൻറ്റ് കേസിലോ മറ്റോ പെട്ടുപോയ വണ്ടിയാണെന്നാണ് ബ്രോക്കർ പറഞ്ഞത്. അന്ന് ഞാനത് കാര്യമാക്കിയില്ല. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലാകുന്നു. അന്ന് രാത്രി രാഘവൻ നായർ കയറിയ വണ്ടി, അയാൾ കൊല്ലപ്പെട്ട വണ്ടി, അതാണിപ്പോൾ എൻ്റെ കൈവശമുള്ളത്. അയാളുടെ മൃതദേഹം ആരും കണ്ടെത്തിയിട്ടില്ല. അതിനർത്ഥം അയാൾ എവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ ആത്മാവ് ഇപ്പോഴും ആ അവസാനത്തെ യാത്ര പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ആ പേഴ്സ്, അത് അയാളുടേതാണ്. അത് അയാളുടെ കയ്യിൽ നിന്ന് വഴുതി സീറ്റിൻ്റെ ഇടയിൽ പോയതാകാം. അയാൾ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോൾ എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ആ പേഴ്സ് കോറിയിൽ കൊണ്ട് കളഞ്ഞാൽ അയാൾ പോകുമോ? അതോ പോലീസിൽ ഏൽപ്പിക്കണോ? പോലീസിൽ കൊടുത്താൽ ഞാൻ പെടും. ഈ പേഴ്സ് എൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് ചോദിക്കും. ഞാൻ കൊലപാതകിയാണെന്ന് സംശയിക്കും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആ കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. രാത്രിയാകാൻ ഞാൻ കാത്തിരുന്നു. പകൽ പോയാൽ ആരെങ്കിലും കാണും. രാത്രി 10 മണി. ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. ഓട്ടോ വിറ്റിട്ടില്ല, അത് സുരേഷിൻ്റെ പറമ്പിൽ കിടപ്പുണ്ട്. ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്തു. ആ പേഴ്സ് ഒരു കവറിലാക്കി പോക്കറ്റിലിട്ടു. ഞാൻ കോഡൂർ ഭാഗത്തേക്ക് വിട്ടു. മഴ ചാറുന്നുണ്ട്. ആരും ആ വഴിക്കില്ല. കോറിയുടെ അടുത്തെത്താറായപ്പോൾ തണുപ്പ് കൂടി. വണ്ടി ഓടിക്കുന്നത് ഞാനാണ്. പക്ഷേ പിന്നിൽ, സ്കൂട്ടറിൻ്റെ പിന്നിലെ സീറ്റിൽ ഒരു ഭാരം. ഞാൻ ഞെട്ടിയില്ല. എനിക്കറിയാമായിരുന്നു അയാൾ വരുമെന്ന്. ഇത് അയാളുടെ സാധനമാണ്. അയാൾ ഇതിൻ്റെ കൂടെയുണ്ട്. സ്കൂട്ടർ വേച്ചു പോകുന്നുണ്ടായിരുന്നു. വലിയൊരു ഭാരം പിന്നിലിരുന്ന് ബാലൻസ് തെറ്റിക്കുന്നത് പോലെ. എത്തി. എൻ്റെ ചെവിയിൽ ആ ശബ്ദം. ഞാൻ സ്കൂട്ടർ നിർത്തി. റോഡിൻ്റെ അറ്റത്ത്. മുന്നിൽ ആ വലിയ വെള്ളക്കെട്ട്. ഇരുട്ടിലത് കറുത്ത മഷി ഒഴിച്ചതുപോലെ കിടക്കുന്നു. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. പിന്നിലെ സീറ്റിലേക്ക് നോക്കിയില്ല. നോക്കിയാൽ ഞാൻ മരിക്കുമെന്നെനിക്കറിയാം. ഞാൻ ആ പേഴ്സ് കയ്യിലെടുത്തു. എന്നിട്ട് സർവ്വശക്തിയുമെടുത്ത് ആ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു ചെറിയ ശബ്ദം. അത് വെള്ളത്തിൽ വീണു. ഓളങ്ങൾ വരുന്നത് ഇരുട്ടിൽ കാണാം. ഞാൻ കാത്തിരുന്നു. ഇനിയാണത് പോകേണ്ടത്. അയാളുടെ സാധനം കിട്ടി. അയാൾക്ക് പോകാം. പക്ഷേ നിശബ്ദത മാത്രം. പെട്ടെന്ന് എൻ്റെ പിന്നിൽ റോഡിലൊരു ശബ്ദം. അതൊരു ഓട്ടോറിക്ഷയുടെ ശബ്ദമാണ്. ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെ ഒന്നുമില്ല.
വെറും റോഡ് മാത്രം. പക്ഷേ ശബ്ദം അടുത്തു വരുന്നു. ഒരു വണ്ടി അടുത്തു വരുന്നതിൻ്റെ ശബ്ദം. പക്ഷേ വണ്ടിയില്ല. എഞ്ചിൻ്റെ ഇരമ്പലല്ല. പഴയൊരു ഓട്ടോറിക്ഷ ന്യൂട്രലിൽ ഇറങ്ങി വരുന്ന ശബ്ദം. ടയറുകൾ റോഡിൽ ഉരുളുന്ന ശബ്ദം. അതെൻ്റെ നേരെ വരികയാണ്. എൻ്റെ ഓട്ടോറിക്ഷ, ഞാൻ സുരേഷിൻ്റെ പറമ്പിൽ ഉപേക്ഷിച്ച എൻ്റെ വണ്ടി, അതിവിടെ എത്തിയിരിക്കുന്നു. എനിക്കൊരു കാര്യം കൂടി പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ ഈ വണ്ടി വാങ്ങുമ്പോൾ അതിൻ്റെ സീറ്റിലടിയിൽ മാത്രമല്ല പ്രശ്നമുണ്ടായിരുന്നത്. അതിൻ്റെ ഫ്ലോർ മാറ്റിൽ, അതിൻ്റെ അടിയിലെ ഇരുമ്പ് തകിടിൽ വലിയൊരു തുരുമ്പുപാടുണ്ടായിരുന്നു. അത് തുരുമ്പായിരുന്നില്ല, അത് ഉണങ്ങിയ ചോരയായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. രാഘവൻ നായർ ആ വണ്ടിയിൽ വെച്ചാണ് മരിച്ചത്. അയാളുടെ മൃതദേഹം ഈ ക്വാറിയിൽ എവിടെയോ ഉണ്ട്. അയാൾക്ക് വേണ്ടത് പേഴ്സല്ല. അയാൾക്ക് നീതിയാണോ വേണ്ടത്? അല്ല, മരിച്ചവർക്ക് നീതി വേണ്ട. അവർക്ക് വേണ്ടത് കൂട്ടിന് ഒരാളെയാണ്. ആ അദൃശ്യമായ വണ്ടിയുടെ ശബ്ദം എൻ്റെ തൊട്ടടുത്തെത്തി. ഞാൻ സ്കൂട്ടർ എടുത്ത് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ സ്കൂട്ടർ സ്റ്റാർട്ടാകുന്നില്ല. കിക്ക് ചെയ്യുമ്പോൾ കാല് തെന്നിപ്പോകുന്നു. എനിക്ക് ചുറ്റും ഇപ്പോൾ ആ മണമാണ്, ആ ക്വാറിയിലെ വെള്ളത്തിൻ്റെ മണം. എൻ്റെ മൂക്കിലേക്ക് അത് അടിച്ചു കയറുന്നു. ശ്വാസം മുട്ടുന്നു. പിന്നെ എൻ്റെ തോളിലൊരു സ്പർശനം, വളരെ സാവധാനം. അതൊരു കൈയല്ല, അതൊരു നനഞ്ഞ ഭാരമാണ്. എൻ്റെ ഇടത്തെ തോളിൽ ആരോ ചാരി നിൽക്കുന്നു. എൻ്റെ സ്കൂട്ടറിൻ്റെ പിന്നിലല്ല, ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടു പിന്നിൽ. നീ വൈകിപ്പോയി. ശബ്ദം ഇത്തവണ അതെൻ്റെ തലയ്ക്കുള്ളിലല്ല, ശരിക്കും എൻ്റെ കാതിൽ. ആരോ വല്ലാതെ കിതയ്ക്കുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരാളുടെ കിതപ്പ്. വെള്ളം കുടുങ്ങിയ ശ്വാസകോശത്തിൽ നിന്നുള്ള ശബ്ദം. ഇനി നമുക്ക് ഒരുമിച്ച് പോകാം. എൻ്റെ കണ്ണിരുണ്ടുപോയി. ഞാൻ അവിടെ റോഡിൽ വീണു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. രാവിലെ ആരോ കണ്ടുപിടിച്ച് വീട്ടിലെത്തിച്ചതാണ്. ഇപ്പോൾ ഞാൻ വീട്ടിലാണ്. ഞാൻ പുറത്തിറങ്ങാറില്ല. ആരും എന്നെ കാണാൻ വരാറില്ല. കാരണം എൻ്റെ മുറിയിലെപ്പോഴും ആ നാറ്റമാണ്, ചീഞ്ഞ വെള്ളത്തിൻ്റെ നാറ്റം. എൻ്റെ ഭാര്യ പോലും എൻ്റെ മുറിയിലേക്ക് വരാറില്ല. അവൾ പറയുന്നു എൻ്റെ മുറിയിൽ എപ്പോഴും തണുപ്പാണെന്ന്, പിന്നെ എപ്പോഴും വെള്ളമിറ്റ് വീഴുന്ന ശബ്ദം കേൾക്കാമെന്ന്. അവൾക്കറിയില്ല ഞാൻ തനിച്ചല്ല ഈ മുറിയിൽ. എൻ്റെ കട്ടിലിൻ്റെ ഒരറ്റത്ത് എപ്പോഴും ഒരു കുഴി രൂപപ്പെടുന്നുണ്ട്. അവിടെ ആരോ ഇരിക്കുന്നുണ്ട്, രാവും പകലും. അയാൾ എന്നെ നോക്കിയിരിക്കുകയാണ്. അയാൾക്ക് എന്നോട് ദേഷ്യമില്ല, സങ്കടവുമില്ല. അയാൾക്ക് വെറും ഒരു കൗതുകം മാത്രം. ഞാനെപ്പോൾ ഉറങ്ങും, ഞാനെപ്പോൾ എഴുന്നേൽക്കും. എൻ്റെ ഓരോ ശ്വാസവും അയാൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ എൻ്റെ പുതപ്പിൻ്റെ അടിയിലൂടെ ഒരു നനഞ്ഞ കൈ എൻ്റെ കാലിൽ പിടിച്ചു വലിച്ചു. വളരെ പതുക്കെ, ഒരു കുട്ടി അമ്മയുടെ കൈ പിടിക്കുന്നത് പോലെ. വിറയ്ക്കുന്ന എൻ്റെ കാലിൽ ആ തണുത്ത പിടിമുറുകിയപ്പോൾ ഞാൻ കരുതി എൻ്റെ ജീവൻ പോകുമെന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ആ കൈ എന്നെ ഉപദ്രവിച്ചില്ല. പകരം അത് അവിടെ തന്നെ നിന്നു, ഒരു ഉടമസ്ഥൻ തൻ്റെ വളർത്തുമൃഗത്തെ തലോടുന്നത് പോലെ. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങാൻ കഴിയില്ലല്ലോ. എൻ്റെ തൊട്ടടുത്ത് ഒരേ പുതപ്പിനടിയിൽ കാണാൻ കഴിയാത്ത മറ്റൊരാൾ കൂടി കിടക്കുമ്പോൾ എങ്ങനെ ഉറങ്ങും? രാവിലെ വെളിച്ചം വന്നപ്പോൾ ആ ഭാരം മെല്ലെ മാറി. പക്ഷെ പോയിട്ടില്ല. അത് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു എന്ന് മാത്രം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളോട് ഈ കഥ പറയുമ്പോഴും എനിക്കറിയാം, നിങ്ങൾ കരുതുന്നുണ്ടാകും എനിക്ക് ഭ്രാന്താണെന്ന്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു കഥ ഉണ്ടാക്കിയതാണെന്ന്. പക്ഷേ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. എൻ്റെ തോളിലേക്ക്, എൻ്റെ ഇടത്തെ തോൾ വലത്തെ തോളിനേക്കാൾ അല്പം താഴ്ന്നാണിരിക്കുന്നത്. എപ്പോഴും, രാത്രിയായാലും പകലായാലും. ആ പഴയ ഓട്ടോറിക്ഷയ്ക്കുണ്ടായിരുന്ന അതേ അസുഖം, ഒരു വശത്തേക്ക് ചെരിയുന്ന അസുഖം. ഇപ്പോൾ അത് വണ്ടിക്കല്ല, എനിക്കാണ്. ആ ഭാരം ഇപ്പോൾ വണ്ടിയിലില്ല, എൻ്റെ തോളിലാണ്. അയാൾക്കിനി വണ്ടി വേണ്ട. അയാൾക്ക് ഞാനുണ്ട്. ഞാനെവിടെ പോയാലും എന്ത് ചെയ്താലും എൻ്റെ തൊട്ടു പിന്നിൽ, അല്ലെങ്കിൽ എൻ്റെ തോളിൽ കൈവച്ച് അയാളുണ്ട്. ഏറ്റവും ഭയാനകമായ കാര്യം എന്താണെന്നോ? ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങിയെന്നതാണ്. ആദ്യമൊക്കെ ആ ചീഞ്ഞ വെള്ളത്തിൻ്റെ നാറ്റം വരുമ്പോൾ എനിക്ക് ഓക്കാനം വരുമായിരുന്നു. ഇപ്പോൾ എനിക്കത് മണക്കുന്നില്ല. എൻ്റെ ഭാര്യ ഇപ്പോഴും പരാതി പറയും, നിങ്ങൾ കുളിക്കുന്നില്ലേ പ്രകാശേട്ടാ, എന്തോ ഒരു വല്ലാത്ത മണമെന്ന്. ഞാൻ ചിരിക്കും. കാരണം എത്ര കുളിച്ചാലും ഈ മണം പോകില്ലെന്ന് എനിക്കറിയാം. അതൊരു മണമല്ല,
അതൊരു സാന്നിധ്യമാണ്. ഇന്നലെ ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. എൻ്റെ കണ്ണുകൾ അതിപ്പോൾ എൻ്റേതുപോലെയല്ല. കൃഷ്ണമണിക്ക് ചുറ്റും ഒരു മഞ്ഞ നിറം, വെള്ളത്തിൽ മുങ്ങി മരിച്ചവരുടെ കണ്ണുകൾക്കുണ്ടാകുന്നത് പോലത്തെ നിറം. ഞാൻ മരിക്കുകയാണോ? എനിക്കറിയില്ല. ചിലപ്പോൾ രാത്രിയിൽ 11:30 എനിക്ക് തോന്നും വീണ്ടും വണ്ടിയെടുക്കണമെന്ന്. ആ പഴയ ആക്സിലേറ്റർ മുറുകുന്ന ശബ്ദം എൻ്റെ തൊണ്ടയിൽ നിന്ന് വരും. എൻ്റെ കൈകൾ വായുവിൽ സ്റ്റിയറിംഗ് തിരിയുന്നത് പോലെ ചലിക്കും. ഞാനിവിടെ കസാരയിലിരിക്കുകയാകും. പക്ഷേ മനസ്സ് ആ പഴയ കോറിയുടെ അരികിലുള്ള റോഡിലൂടെ ഓടുകയായിരിക്കും. അയാൾക്ക് വീട്ടിൽ പോകണം. പക്ഷേ അയാൾക്ക് വീടില്ലല്ലോ. അതുകൊണ്ട് അയാൾ എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അവസാനമില്ലാത്തൊരു സവാരി. ഇനി എനിക്ക് രക്ഷയില്ല. ഞാൻ മരിച്ചാലും രക്ഷയില്ല. മരിച്ചാൽ ഞാനും അയാളെപ്പോലെയാകും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി മറ്റാരുടെയെങ്കിലും വണ്ടിയിൽ കയറും. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു, ഒരു ജീവനുള്ള ശവമായി. ഇതാ സമയം നോക്കൂ, 11:30. നിങ്ങൾ പോകാനിറങ്ങുകയാണോ? ശരി, പൊക്കോളൂ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വണ്ടിയിൽ കയറുമ്പോൾ പിന്നിലെ സീറ്റിലേക്ക് വെറുതെ ഒന്ന് നോക്കുക. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അല്ല, നോക്കണ്ട. നോക്കിയാൽ ചിലപ്പോൾ ആ സീറ്റ് താഴ്ന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടേക്കാം. അതുകൊണ്ട് നോക്കാതെ വണ്ടി ഓടിച്ചോളൂ. പിന്നെ വണ്ടിക്ക് പെട്ടെന്നൊരു ഭാരം തോന്നുകയാണെങ്കിൽ വലത്തോട്ട് തിരിയാൻ ആരെങ്കിലും ചെവിയിൽ പറയുകയാണെങ്കിൽ ബ്രേക്ക് ചവിട്ടരുത്, നിർത്തരുത്, ഓടിച്ചു പോവുക. കാരണം നിർത്തിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തനിച്ചാകില്ല. ശരി, പൊയ്ക്കോളൂ. എനിക്ക് ഉറങ്ങാൻ സമയമായി. അല്ല, ഞങ്ങൾക്കുറങ്ങാൻ സമയമായി. നോക്കൂ, എൻ്റെ കട്ടിലിൻ്റെ ഒരു വശം താഴുന്നുണ്ട്. അയാൾ കിടന്നു കഴിഞ്ഞു. ഇനി ഞാൻ കിടക്കട്ടെ. ശുഭരാത്രി.